അവൻ എൻ്റെ കൂടെ ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇവൻ ഈ തൊഴിലിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ അവൻ ഈ തൊഴിലിലേക്ക് വരുന്നതിന് ഞാൻ അവന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിനോടൊരു താല്പര്യം അത് പശുക്കളോട് മാത്രമല്ല എല്ലാ ജീവികളോടും ഒരു താല്പര്യമുണ്ട്. വരുമാനം മാത്രം ഉദ്ദേശിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഞാൻ പറയില്ല. പക്ഷെ എന്നാലും നല്ല രീതിക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നല്ലൊരു വരുമാന മാർഗമായിട്ട് ഞാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അവൻ്റെ മനസ്സിനിണങ്ങിയ തൊഴിലായതുകൊണ്ടാണല്ലോ അവൻ 3 മണി വെളുപ്പിന് എഴുന്നേറ്റ് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കണമെന്നല്ല, ഞാൻ ഏത് രീതിയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സിനിമയല്ല ജീവിതം, നല്ല രീതിയിലൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ ഛർദ്ദിക്കുന്നവർ ഛർദ്ദിച്ചോട്ടെ. ശരിക്കും പറഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു അഭിമാനം തോന്നി. മകന് കിട്ടിയെന്നുള്ളത് മികച്ച ശ്രീകൃഷ്ണനുള്ള അവാർഡ് കിട്ടി. നമ്മൾ സമ്മർ ഇൻ ബെത്ലഹേം സിനിമയ്ക്കകത്തെ ഡെന്നീസിനെ പറ്റി കേട്ടിട്ടില്ലേ? അതുപോലൊരു ഡെന്നീസ് നമ്മുടെ കൊച്ചിയിലുണ്ട്. പേര് ഡെന്നീസ് എന്നല്ല, സംജാദ് എന്നാണ്. നമുക്ക് സംജാദിനെ നോക്കാം. എൻ്റെ പേര് സംജാദ്. നമുക്കൊരു ഡയറി ഫാമാണ്. സംജാദ് എന്തുവരെ പഠിച്ചു? ഞാൻ ബികോം കംപ്ലീറ്റ് ആണ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ ഒരു ഫാമിലോട്ട്? ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊരു താല്പര്യം അത് പശുക്കളോട് മാത്രമല്ല എല്ലാ ജീവികളോടും ഒരു താല്പര്യമുണ്ട്. പിന്നെ ഞാൻ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് അന്നത്തെ കാലത്ത് അത്രയ്ക്ക് ഒരു നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറ അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വരുമാനം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. വരുമാനം മാത്രം ഉദ്ദേശിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഞാൻ പറയില്ല. പക്ഷെ എന്നാലും നല്ല രീതിക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നല്ലൊരു വരുമാന മാർഗമായിട്ട് ഞാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. കറവക്കാരനാക്കുന്ന അവൻ എൻ്റെ കൂടെ ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇവൻ ഈ തൊഴിലിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ അവൻ ഈ തൊഴിലിലേക്ക് വരുന്നതിന് ഞാൻ അവന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പശുക്കളെന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും ചാണകം, ഇങ്ങനത്തെ കുറേ സ്മെല്ല്, ചായ നല്ലതാണ്, എന്നാലും അങ്ങനത്തെ കുറേ ഗന്ധങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് എത്താറുണ്ട്. കുറേ ചാണകത്തിൻ്റെ മണവും ഈ തൊഴുത്തിൻ്റെ ഒരു സ്മെല്ലും. പക്ഷേ സംജാദിന് ആ മണമൊന്നും പ്രശ്നമില്ല. അതൊന്നും ഒരു വിഷയമാക്കിയിട്ട് കാര്യമില്ല. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഏത് തൊഴിൽ ചെയ്യണമെന്നുള്ളതല്ല. അതിപ്പോൾ ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ് ശരി, ഈ ഒരു ഫീൽഡിലാണ് ശരി, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴേലും പശുവിനെ പേടിയുണ്ട്? പേടി ഇതുവരെ തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് പശുവുണ്ട്. പിന്നെ ഇതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ട് ഇതുവരെ ഇതൊരു പേടി തോന്നിയിട്ടില്ല എനിക്കിത്. ഈ ഫാമൊക്കെ ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷമാകുമ്പോൾ 5 വർഷം കഴിഞ്ഞു. അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തുടങ്ങിയതാണ്. ശരിക്കും ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തുറസായ പറമ്പിൽ ചെറിയ രീതിയിൽ ഒരു 10-14 പശുക്കളോളം ഉണ്ടാവും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് ഒരു താല്പര്യം നല്ലൊരു ഡയറി ഫാമിലേക്ക് വരാം, നല്ലൊരു ഫാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ കുറേ യുവാക്കളൊക്കെ നമ്മളിപ്പോൾ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വരുമാനമൊക്കെ എങ്ങനെയാണ്? അങ്ങനെ വൈറ്റ് കോളർ ജോബ് എന്നുള്ള രീതി